ഗസയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഗതിയൊക്കെ നമുക്കറിയാമല്ലോ. ജൂതന്മാർ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നതും. അപ്പോൾ ഈ വിശുദ്ധമാവുന്ന ഈ മതത്തിന്, അഥവാ ഇസ്ലാം മതത്തിന്, അതിനെ വളരെ മോശമായി കൊണ്ടുള്ള ചിത്രീകരണം അത് സിയോണിസ്റ്റുകളും അല്ലാത്തവരൊക്കെ മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വർഗീയതയോ അല്ലെങ്കിൽ മതവികാരം ഇളക്കി വിടുന്നതോ അല്ലെങ്കിൽ തീവ്രതയോ അല്ലെങ്കിൽ ഇവിടെ മനുഷ്യർ തമ്മിലുള്ള ഐക്യം, സന്തോഷം അത് ഇല്ലാതെയാക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് വിഘാതം സംഭവിക്കുന്ന നിലക്കുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനമോ ഒരു വാക്കുകളോ അല്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങളൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗത്തു നിന്ന്. ഇതാണ് ഈ 100 വർഷം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒരു സന്ദേശയാത്ര നടക്കുമ്പോൾ, സന്ദേശയാത്ര നമ്മൾ നല്ല പലരും ഇവിടെ നടത്തിയിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമല്ലല്ലോ, പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സന്ദേശയാത്ര നടത്താറുണ്ട്. പല മത സംഘടനകളും സന്ദേശയാത്ര നടത്താറുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ പല പ്രാവശ്യവും നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുള്ളതിനേക്കാൾ വളരെ അഭൂതപൂർവമായ നിലക്ക് ജനങ്ങളിൽ നിന്നുള്ള സ്വീകാര്യം ഇത്രമാത്രം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു സമ്മേളനം, ഒരു സന്ദേശയാത്ര മുമ്പും തന്നെ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇവിടെ വേറെ മറ്റു പലരും നടത്തിയിട്ടില്ല. അന്ന് കുഞ്ഞാട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് വളരെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് ആ നിലക്ക് ജനങ്ങളെ അതിൻ്റെ വിശുദ്ധമായ ആ നേരായ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ആ നിലക്ക് അവരെ പ്രവർത്തിപ്പിക്കാനും വേണ്ടി സന്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതാണ് ഈ യാത്ര അത്രമാത്രം വിജയിക്കാനും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ അതിനെ അംഗീകരിക്കാനൊക്കെ കാരണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 100ാം വാർഷികം അടുത്ത് കുനിയിൽ വെച്ചുകൊണ്ട് ഈ 4 മുതൽ 8 വരെ, ഫെബ്രുവരി 8 വരെയുള്ള തീയതികളിൽ ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള വലിയ സമ്മേളനം നടക്കപ്പെടുകയാണ്. അന്താരാഷ്ട്ര സ്വഭാവം എന്ന് പറഞ്ഞത് വിദേശികളാവുന്ന വലിയ വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കും, സൂഫിയാക്കൾ പങ്കെടുക്കും, മറ്റ് നമ്മുടെ കേരളത്തിലും മറ്റ് ഇതിൻ്റെ കർണാടക, തമിഴ്നാട് നിന്നൊക്കെയുള്ള പ്രമുഖരാവുന്ന രാഷ്ട്രീയ പ്രതിനിധികളും മറ്റുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു സമ്മേളനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിജയത്തിന് ആവശ്യമാവുന്ന എല്ലാവിധ സഹകരണങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം, എല്ലാ ചാനലുകളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പ്രത്യേകിച്ച് വാർത്തകളൊക്കെ അതിൻ്റെ സത്യമായ നിലക്ക് അത് പ്രചരിപ്പിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണല്ലോ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതോടുകൂടി നമുക്ക് ആളുകളെ കിട്ടണം, നമ്മളെ ചാനലുകൾക്കൊക്കെ പ്രചാരം ഉണ്ടാവണം. അത് വേറൊരു കാര്യമാണ്, അത് ആവശ്യമായ ഒരു സംഗതിയാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും ആവശ്യമില്ലാത്തത് അത് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ അത് ഒരു മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടാവാൻ പാടുള്ളതുമല്ല. പ്രത്യേകിച്ച് ഞങ്ങളോട് ബന്ധപ്പെട്ട വാർത്തകളാണെങ്കിൽ അത് ആ വാർത്ത നൽകേണ്ടതായ സംവിധാനങ്ങളും അതിൻ്റെ ഓഫീസുകളൊക്കെ നമ്മളെത്തുന്നുണ്ട്. അത് ശരിക്ക് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പ്രത്യേകമായി വളർത്തുകയാണ്. ഞങ്ങളെ ഈ യാത്രയിൽ മാധ്യമ പ്രവർത്തകരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാധ്യമ രംഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സുപ്രഭാതം ഞങ്ങളെ കൂടെ ഉണ്ട്. മറ്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, ഒരുപാട് തങ്ങന്മാർ, 10, 30, 40ഓളം തങ്ങന്മാർ, ഓരോ പ്രധാനപ്പെട്ട കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരൊക്കെ
ഞങ്ങളെ കൂടെ അനുഗമിച്ചിട്ടുണ്ട്. സമസ്തയുടെ പ്രഗത്ഭരാവുന്ന അതിൻ്റെ മുശാവറ അംഗങ്ങളുണ്ട്. സമസ്ത കേരള ജമിയത്തുലമയുടെയും അതിൻ്റെ 14ഓളം പോഷക സംഘടനകൾ. ആ 14ഓളം പോഷക സംഘടനകൾക്കുള്ള 6ഉം 7ഉം 3ഉം 2ഉം ഒക്കെ ഉള്ള പോഷക സംഘടന. ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കന്മാരും ആ പ്രധാനപ്പെട്ടവരൊക്കെ ഇതുമായിട്ട് സഹകരിച്ചിട്ട് 300ഓളം അല്ലേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരാംഗങ്ങൾ 300ആണ്. അപ്പോൾ 300-നേക്കാൾ അധികം ആളുകൾ പലയിടത്തും കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 300 ആളുകൾക്കല്ല ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്, 600-700 ഒക്കെ ആളുകളുണ്ടാവുന്ന ഓരോ സ്ഥലത്തും പറയുന്നത്. അപ്പോൾ ആ നിലക്ക് ജനങ്ങൾ എല്ലാ നിലക്കും പങ്കാളിത്തം ഉണ്ടായിക്കൊണ്ടിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ഈ കേരളത്തിലേക്ക് ഏറ്റവും നല്ലതായ സന്ദേശം, അതായത് മതസൗഹാർദ്ദം, മനുഷ്യ സ്നേഹം, എല്ലാ ജീവജാലങ്ങളോടുള്ള സ്നേഹം. അപ്പോൾ ഒരു മൃഗത്തിനെ അറക്കുകയാണെങ്കിൽ തന്നെ മറ്റു മൃഗങ്ങളെ മുന്നിൽ വെച്ച് അറക്കാൻ പാടില്ലാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതാണ് ഇസ്ലാമിൻ്റെ തീയതി. അതാണ് ആ നിലക്കുള്ള നന്മകളാണ് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഏതൊരു തത്വസംഹിതയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മതമാണെങ്കിലും അതിന് വികൃതമാക്കാൻ ചിലപ്പോൾ ആ മതത്തിൻ്റെ ആളുകൾ തന്നെ ചിലപ്പോൾ ശ്രമിക്കും. അപ്പോൾ ചില അങ്ങനത്തെ ആളുകളായിരിക്കും നമ്മളൊക്കെ കാണും. അപ്പോൾ ഇതാണോ ഇസ്ലാം എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തിരുത്താൻ വേണ്ടിയും കൂടിയാണ് ഈ യാത്ര എന്നുള്ളത് നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഈ സഹകരിച്ചതിന് എല്ലാ നിലക്കുള്ള നന്ദിയും മറ്റ് നിങ്ങളുടെ ഈ സഹകരണം പിന്നീടും അത് തുടർന്നെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.